കേരളത്തിൽ +1 ഒഴികെയുള്ള വിദ്യാർത്ഥികൾക്ക് ജൂൺ 2 സ്കൂൾ ഒഫീഷ്യലായിട്ട് തുറക്കുകയാണ്. നീണ്ട 2 മാസത്തെ വെക്കേഷന് ശേഷം നിങ്ങളുടെ എക്സാമുകളുടെ ആ ടെൻഷനൊക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് സ്കൂളിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ് ജൂൺ 2. പുതിയൊരു അധ്യയന വർഷമാണ്. പുതിയ കാഴ്ചകൾ, പുതിയ ടീച്ചേഴ്സ്, ടെക്സ്റ്റ് ബുക്കുകൾ, ചില ക്ലാസ്സുകളൊക്കെ മാറിയിട്ടുണ്ട്. 2, 4, 6, 8, 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയിട്ടുണ്ട്. പുതിയ ആശയങ്ങൾ, പുതിയ കണ്ടന്റ്, പുതിയ ടോപ്പിക്കൊക്കെ നിങ്ങൾ പഠിക്കാൻ പോവുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാക്കിയിരുന്നു. കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ മിനിമം മാർക്ക് കിട്ടിയാൽ മാത്രമേ അടുത്ത കൊല്ലത്തേക്ക് പാസ്സാക്കുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നു. പല ക്ലാസ്സുകളിലും ടെക്സ്റ്റ് ബുക്ക് മാറുന്നുണ്ട്, എക്സാം പാറ്റേണുകൾ മാറുന്നുണ്ട്, എക്സാം ക്വസ്റ്റ്യൻസ് എബോവ് ആവറേജ് ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഒരിക്കലും വിദ്യാർത്ഥികളെ നെഗറ്റീവായിട്ട് ബാധിക്കില്ല. അവർ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, അവർ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ. അപ്പോൾ നാളെ നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ, നാളെ നിങ്ങൾ സ്കൂളിൽ പുതുതായിട്ട് എത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആദ്യം ഉണ്ടാക്കേണ്ട ചിന്ത എന്താ? ഈ കൊല്ലം ഞാൻ അടിപൊളിയായിട്ട് പഠിക്കും. അത് തുടക്കത്തിൽ നിങ്ങൾ നല്ല ഒരു എനർജിയോട് കൂടി നല്ലൊരു അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്യും. ഈ കൊല്ലം മുഴുവൻ പഠിക്കുന്നു. പക്ഷേ ഒരു മാസം കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ സ്കൂൾ പരിപാടികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പഠനത്തെ നിങ്ങൾ പിന്നോട്ടേക്കാക്കും. നിങ്ങൾ സ്കൂൾ ഓണം വരും, ക്രിസ്മസ് വരും, വിഷു വരും, എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങൾ വരും, ആർട്സ് വരും, സ്പോർട്സ് വരും, എല്ലാം വരും, ടൂറൊക്കെ ഉണ്ടാവും. അതിലൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതിലൊക്കെ നിങ്ങൾ മാക്സിമം എൻജോയ്മെൻറ്റ് കണ്ടെത്തണം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠനവും ഉഷാറാക്കണം. പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സമയം നമ്മൾ പഠനത്തിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഒരു 10ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ആഴ്ചയിൽ 4 ദിവസം 2 മണിക്കൂർ വെച്ച് എന്ത് ചെയ്യുക? പഠിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ആഴ്ചയിൽ 5 ദിവസം 3-3.5 മണിക്കൂർ പഠിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ആ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും. സ്കൂളിൽ ഒരുപാട് എൻജോയ്മെൻറ്റ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണം. ആർട്സും സ്പോർട്സും സുഹൃത്തുക്കളുമായിട്ടുള്ള സംസാരവും പരിപാടികളും കാര്യങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണം. പക്ഷേ ആ എൻജോയ്മെൻറ്റിൻ്റെ ഇടയിൽ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, പഠനം എന്ന ലക്ഷ്യം നമ്മൾ മറന്നു പോകരുത്. നമുക്കെല്ലാം വേണം. പഠനവും വേണം, കളിയും വേണം, തമാശയും വേണം, സ്പോർട്സും ആർട്സും ഒക്കെ നമുക്ക് വേണം. പഠനത്തെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ ആഴ്ചയിൽ ഒരു 4 ദിവസം 2 മണിക്കൂർ വെച്ച് പഠിച്ചാൽ മതി. +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആഴ്ചയിൽ 5 ദിവസം ഒരു 3 മണിക്കൂർ വെച്ച് പഠിച്ചാൽ മതി. ആ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ വരും എന്നുള്ളൊരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. മക്കളെ, നമ്മുടെ ലൈഫ് വളരെ ചെറുതാണ്. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് താനും. നമ്മുടെ എൻജോയ്മെൻറ്റുകൾക്കും നമ്മുടെ സന്തോഷങ്ങൾക്കിടയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മറന്നു പോകരുത്. രണ്ടും വേണം. എൻജോയ്മെൻറ്റും സന്തോഷം വേണം, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യും വേണം. ആ രീതിയിൽ അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി അക്കാഡമിക് ഇയർ ഞാൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഓർക്കാൻ പറ്റിയ ഏറ്റവും മികച്ചൊരു വർഷമായിട്ട് ഇനി വരാൻ പോകുന്ന കൊല്ലം നിങ്ങളുടെ ആവട്ടെ. ഏറ്റവും ബെസ്റ്റ് കൊല്ലമാവട്ടെ. നിങ്ങൾക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടാവട്ടെ. എല്ലാം ഞാൻ ആശംസിക്കുകയാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ പഠനത്തെ കൂടി മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഒരു ബെസ്റ്റ് അക്കാഡമിക് ഇയർ ഉണ്ടാവട്ടെ.